ഹായ് മക്കളെ, നമ്മൾ ഇന്ന് വേവ് ഒപ്റ്റിക്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ടു പോളറോയിഡ്സ് P1 and P2 are placed with their axes perpendicular to each other. Unpolarized light I0 is incident on P1. A third Polaroid P3 is kept in between P1 and P2 such that its axis makes an angle 45 degrees with that of P1. The intensity of transmitted light through P2 is. So നമുക്ക് ഫസ്റ്റ് കേസ് എന്താ എഴുതാൻ പറ്റുക? I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? I1 is equal to I0 by 2. I0 എന്താണ്? I0 is the intensity of unpolarized light. അത് ഫസ്റ്റ് പോളറൈഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബൈ 2 ആവും, അല്ലെങ്കിൽ ഹാഫ് ആവും ഇന്റൻസിറ്റി. സോ I1 is equal to I0 by 2. ഇനി സെക്കൻഡ് പോളറൈഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? I1 cos square തീറ്റ ആയിരിക്കും അല്ലെ. ദിസ് ഇസ് ബൈ മാലസ് ലോ അനുസരിച്ച് I1 cos square തീറ്റ ആയിരിക്കും I2 കടക്കുമ്പോൾ ഉള്ള ലൈറ്റിന്റെ ഇന്റൻസിറ്റി. ഇനി I1 നമുക്കറിയാം എന്താണ്? I1 is equal to I0 by 2 and cos square തീറ്റ എത്രയാണ്? 45 ഡിഗ്രീസ് ആണ് ആംഗിൾ അല്ലെ. സോ cos square തീറ്റ എന്തായിരിക്കും? 1/√2 സ്ക്വയർ ആയിരിക്കും. 1/√2 the whole square. സോ നമുക്ക് എന്താ കിട്ടുക? I2 is equal to I0 by 4 എന്ന് കിട്ടും അല്ലെ, by 4. ഇനി തേർഡ് ഒരു പോളറോയിഡും കൂടി ഉണ്ട്. തേർഡ് പോളറോയിഡിൽ കൂടെ കടത്തുമ്പോൾ എന്തായിരിക്കും? I3 is equal to I2 cos square തീറ്റ ആയിരിക്കും അല്ലെ. I2 cos square തീറ്റ. ഇനി തീറ്റ 45 ഡിഗ്രി സെയിം ആണ്. സോ I0 by 4 into 1/2 is equal to I0 by 8 എന്ന് കിട്ടില്ലേ. സോ ഫൈനൽ ഇന്റൻസിറ്റി എന്തായിരിക്കും? പോളറൈസ്ഡ് ലൈറ്റിന്റെ I0 ഇനീഷ്യൽ ഇന്റൻസിറ്റി by 8 ആയിരിക്കും. ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ സി I0 by 8 അല്ലേ. So we can mark option C as the final answer. Thank you.